എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്നെന്താ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മൾ ഗോബി മഞ്ചൂരിയനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ, അതായത് ഞാൻ നമുക്ക് വേണ്ടി പറഞ്ഞു. സത്യം പറഞ്ഞ നിങ്ങളാണല്ലോ ഉണ്ടാക്കി, അതുകൊണ്ടാണ്. അതെ, ഗോബി മഞ്ചൂരിയൻ പണ്ടത് പറഞ്ഞായിരുന്നു, നാടൻ കോളിഫ്ലവർ. ഗോബി മഞ്ചൂരിയൻ എന്ന് പറയുമ്പോൾ ഒരു വടക്കേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സാധനമാണ്. ഇത് നമ്മളിവിടെ വീട്ടിൽ നമ്മുടേതായ രീതിക്ക് ഉണ്ടാക്കിയത് കൊണ്ട് കേരളത്തിൽ നിന്നുണ്ടായ സാധനം മായിട്ടതാണല്ലോ എന്നല്ല അറിയില്ലല്ലോ. നമ്മള് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതെ, ഉപ്പും മഞ്ഞൾപ്പൊടി കിട്ടില്ലേ, എല്ലായിട്ട് കഴുകി ഇതാക്കി ഇപ്പൊ വറുത്ത് നമ്മുടെ മുമ്പില് പ്ലേറ്റ് എല്ലാം അടിപൊളി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പൊ ആകെ നമ്മള് ടേസ്റ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം. വെയിച്ചാത്തിന് ഞാൻ പൊന്നം പിന്നെയും കഴിച്ചു. ഞങ്ങള് പൊടികൾ കുറച്ച് കഴിച്ചു. ഞങ്ങള് ഇതുവരെ ഞങ്ങൾ പിടിച്ച് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തായാലും അമ്മയും കഴിച്ചു, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ എല്ലാവർക്കും എടുക്കാം. ആദ്യം നമുക്ക് സോസ് ഉണ്ടെന്നാലും ഞാൻ വെറുതെ കഴിച്ചു നോക്കാം. കുറച്ച് സമയം വൈകുന്നുണ്ട്. കറുമുറു പോയില്ലേ? അത് ഗോബി മഞ്ചൂരിയൻ എന്താണോ അതല്ല, അതിന്റെ ആ ടെക്സ്ചറാ, അതിന്റെ ടെക്സ്ചറാ. കറുമുറുണ്ട് അതിന്. എവിടെയാണ് കറുമുറ് വേണ്ട അവിടെ തന്നെ കറുമുറും ഉണ്ട്. ബാക്കിയുള്ള മൊത്തം ചവച്ചിതാക്കാൻ പറ്റുന്ന രീതിയിൽ. പക്ഷെ ആകെ എനിക്ക് തോന്നിയിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ തണുത്തുപോയി. അതിന് ഇത്ര നേരം ആയില്ലേ, തണുത്തുപോയി. അതൊരു അന്ന് ഇത് ഉണ്ടാക്കിയ പോലെ തന്നെ അപ്പൊ തന്നെ കഴിക്കണം. ഇനി സോസ് കൂട്ടിയിട്ടൊന്ന് അതെ കഴിക്കും. ഞാനെങ്കിലും കഴിക്കുന്ന കണ്ട് ആസ്വദിക്കുക. ഞാൻ കഴിച്ചു രണ്ടെണ്ണം. എനിക്ക് എന്താ പറഞ്ഞ വെറുതെ കഴിച്ചപ്പോൾ കുറച്ചും ഇഷ്ടപ്പെട്ട കേട്ടോ. എനിക്ക് സോസ് കൂട്ടി കഴിക്കുമ്പോഴേ കുറച്ചും കൂടെ മധുരമുണ്ട്. അല്ലാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്പൊന്നുമില്ല. നമ്മുടെ ഓവർ കരിഞ്ഞു പോയിട്ടില്ല ഭാഗ്യത്തിന്. ഗാർലിക്കിന്റെ പേസ്റ്റിന്റെ ഫ്ലേവർ നന്നായിട്ട് പെരിഞ്ജീരകത്തിന്റെ നല്ല അത് ടേസ്റ്റ്. നമ്മൾ ആദ്യം കുറച്ചെടുത്തു, പിന്നെ അത് കുറച്ചും കൂടെ കൂട്ടിയിട്ടാണ്. അതുകൊണ്ട് മല്ലിച്ചപ്പ് ഇടുവോ? കറിവേപ്പില ഇതൊക്കെ വറുത്തിടാൻ. കറിവേപ്പില ഇട്ടില്ലല്ലോ. കറിവേപ്പില പച്ചമുളകും അത് മുറിക്കാതെ വെച്ച കറിവേപ്പില ഓടിച്ചെടുത്തത് മാത്രം. പക്ഷെ സംഭവം കൊള്ളാട്ടോ. സാധാരണ നമ്മൾ എന്താ പറയാ ഇവിടെ കടയിലൊക്കെ ഇടുന്ന ഗോപിഞ്ചിന് ഭയങ്കര കളറൊക്കെയാണ്. അത് ചിലപ്പോ എന്താ പറയുക കളറൊക്കെ ചേർത്തിട്ട് കൂട്ടുന്നതാണ്. പക്ഷെ ആ കളർ ഒഴിപ്പിച്ച് വെച്ചിട്ട് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഇതിന്റെ റെസിപ്പി നമ്മൾ ഒപ്പിച്ചത് എവിടുന്നാണ്? പല സ്ഥലത്തു നിന്നായിട്ട് നമ്മള് സെർച്ച് ചെയ്ത് നമ്മളെ എന്തൊക്കെയുണ്ടോ നമ്മള് തന്നെ പല റെസിപ്പികളും നോക്കി അതിനകത്ത് നമ്മുടെ റെസിപ്പികൾ അപ്പൊ അങ്ങനെയാണ് ബേജ ഫാൻ അപ്പൊ ഇത് അങ്ങനെയാണെങ്കിൽ എന്തായാലും നമ്മുടേതായ റെസിപ്പി അത് എന്താണ്, എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കിയതെന്ന് പറയാമോ? ബേജാനും പൊന്നാണല്ലോ ഉണ്ടാക്കിയത്, പിന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ചോദിക്കണ്ടേ? ഞാനല്ലേ ഇവിടെ ഉണ്ടാവാതില്ല. ഞാൻ അവിടെ ഇവിടെ തലക്കുന്നതായിട്ടാണ് ഞാൻ വന്നത് കണ്ടത്. ഞാൻ കൂടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഇതെങ്ങനെയാ നിങ്ങൾ ഉണ്ടാക്കിയത്? ആദ്യം നമ്മളിത് കഴുകി വൃത്തിയാക്കുക. അതാണ് ആദ്യത്തെ പരിപാടി, പ്രധാനപ്പെട്ടത്. ഞാൻ ചോദിച്ചേട്ടെ, എത്ര സമയം വെള്ളത്തിലിട്ടു? ഒരു 10-20 മിനിറ്റ് ഇട്ടുണ്ട്. എന്ത് വെള്ളത്തിലാ? ചെറിയ ചൂട്, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് 4 ഇളക്കി കഴുകി. പിന്നെ അതിന് ശേഷം ആ 10-20 മിനിറ്റ് ഇട്ടോ? 10-20 മിനിറ്റോളം എന്നിട്ട് നമ്മൾ തിളപ്പിക്കുകയും ചെയ്തു, വേവിക്കുകയും ചെയ്തു. അത്രയും ചെയ്യണം നമ്മൾ പുറമേന്ന് വാങ്ങുമ്പോ. പിന്നെ വേവിക്കില്ല, പിന്നെ ഒന്ന് വെള്ളം തിളപ്പിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് വേവിച്ച് വെള്ളമെല്ലാം ഊറ്റി മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ബാക്കി നമ്മളെ ആദ്യം നമ്മള് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. അല്ല, ഇതിന് അളവൊന്നും ഇല്ലായിരുന്നു അല്ലേ? നമ്മള് ഏകദേശം ഒരു 2 ഫുൾ അത്യാവശ്യം വലിപ്പമുള്ള കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അതനുസരിച്ചുള്ള എല്ലാം നമ്മുടെ അടുത്ത അളവെന്ന് പറയാ. നമ്മള് എടുത്ത ഓരോ സാധനങ്ങളും നിങ്ങളുടെ സ്വന്തം അളവല്ലേ? ഒരു 10-15 വെളുത്തുള്ളിയുടെ അല്ലി ഉണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഇഞ്ചി എടുത്ത്, നല്ലൊരു ഇഞ്ചി എടുത്ത്
അത് ഇത് മൊത്തം മിക്സ് ആകുമ്പോൾ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവില്ല. അതെ, ഏകദേശം ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഭാവിയിൽ ചെയ്യുന്നത്. നല്ല ഫുഡ് ഉണ്ടാക്കുന്നവരായി മാറൂല്ലേ നിങ്ങള്? ഉണ്ടാകണമല്ലോ. ആ, ആ. എപ്പോഴും പിന്നെ അതിനുശേഷം പൊടി വർഗ്ഗങ്ങൾ. അമ്മമാർക്ക് എളുപ്പം, ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പെണ്ണുങ്ങൾക്ക് എളുപ്പം. എന്നാ വേണം? അത് സത്യാണ്. അപ്പൊ എന്താണ് ബാക്കി എന്താ പറഞ്ഞ? പിന്നെ പൊടിയറ ഐറ്റം. അതിനകത്ത് മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, ജീരകം, പെരുംജീരകം പൊടിച്ചത്, ചെറുജീരകം അല്ല പെരുംജീരകം, പിന്നെ കുരുമുളക് പൊടി ഇട്ടോ, കുരുമുളക് പൊടി ഇട്ടു, കുറച്ച് ഉപ്പിട്ടു, മുളക് ആവശ്യത്തിന് ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്ത്. ഉപ്പിന്റെ കാര്യം അങ്ങനെയാണല്ലോ, ആവശ്യത്തിന്. മസാലകൾ ആ അത്ര പിന്നെ ഇട്ടോ. കുറച്ച് സോസ്, ഒരു പകുതി, അതൊരു ആ കുപ്പിയുടെ പകുതി എന്ന് പറയുമ്പോ എന്തോരുണ്ട് അവിടെ ഒരു, അതായത് നമ്മൾ ഈ പൊടിയെല്ലാം കൂടി ഇട്ട സോസ് ഒന്ന് മിക്സ് ആകാനായിട്ട് ഒരുവിധം ഒരു വാട്ടർ കിട്ടാനായിട്ട് സോസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കച്ചപ്പാണ് സോസ് ഉദ്ദേശിച്ചത്. ഒരു കപ്പിലെ ഒരു കപ്പ് കോൺഫ്ലവറും കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ മാവ് പിന്നെ കോളിഫ്ലവർ അതിന്റെ ഉള്ളിലിട്ട് മിക്സ് ചെയ്ത് നമ്മള് കഴുകി വെച്ച കോളിഫ്ലവർ അതിനകത്ത് ഇട്ട് മിക്സ് ചെയ്ത് ഇട്ട് ഇളക്കി എന്നിട്ട് വെച്ചോ? മിക്സ് ചെയ്തിട്ട് കുറച്ചു നേരം കണ്ട് വെച്ചോ? വെച്ചില്ല, അപ്പൊ തന്നെ ഞങ്ങൾ അപ്പൊ പൊരിക്കും. തന്നെ ഇട്ടോ? വേണം വെക്കാം, കുറച്ചേരം വെക്കാം. നമുക്ക് പിന്നെ ടൈം നിങ്ങൾക്ക് വേഗം ഉണ്ടാക്കി കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി 3 സ്റ്റേജിലുണ്ടാക്കി. ആദ്യം ഉണ്ടാക്കിയത് അത്യാവശ്യം നല്ല ഡീപ് ഫ്രൈ, പിന്നെ നല്ല കൃത്യമായി. പിന്നെ മൂന്നാമത് ഇട്ടത് ഇതേപോലെ ഇതിൽ കാണുന്നുണ്ടായിരിക്കും, അധികം മാവില്ലാണ്ട്. മാവ് നാലാമത് ഇട്ടത് നമ്മള് എടുത്ത അളവിന് നോക്കുമ്പോ മാവ് കുറച്ചും കൂടെ കുറഞ്ഞു പോയി തോന്നുന്നു അല്ലെ? ഈ 2 വലിയ കോളിഫ്ലവറിന് കുറച്ചും കൂടെ പൊടി ഇടണം തോന്നുന്നു അല്ലേ? സോസ് കുറച്ച് കൂട്ടിയിടാനും നല്ലതാ. സോസും ഓവറ് വെള്ളമാകരുത് സാധനം. ഇതിലല്ലേ ഫ്രൈ ചെയ്ത് നമ്മുടെ വെളിച്ചെണ്ണയിലല്ലേ? വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തത്. ആ സമയത്ത് ഓൺ ദ സ്പോട്ടിൽ ഉണ്ടാക്കി അത് ഈ പിന്നെ ഈ കടയിൽ നിന്നൊക്കെ അങ്ങനെയല്ലേ തരണേ? നമ്മൾ ഈ തട്ടുകടയിലൊക്കെ ഇല്ല, അവര് അവിടെ തന്നെ ചിലയിടത്ത് അങ്ങനെയാണ്. ഞാനും പറഞ്ഞു ബത്തേരി പോയ രാത്രി പോയ ഒരു ബൗളില് കിട്ടും. ഞങ്ങള് വായിച്ചായിരുന്നു. കാരണം അന്ന് നമ്മള് കഴിച്ചപ്പോ ഇതേപോലത്തെ അവസ്ഥയായിരുന്നു. തന്നെ അത് പിന്നെ അവരൊക്കെ നേരത്തെ ഉണ്ടാക്കി അവര് തരുന്ന സാധനം അവള് ഗോബി മഞ്ചൂരിയൻ അല്ലെ ഗോബി 65. നമ്മള് ഫുള്ള് ഡ്രൈ ആക്കി. 65 ആണല്ലേ മഞ്ചൂരിയൻ എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ഗ്രേവി ടൈപ്പ് ഒക്കെ ആക്കി എടുക്കാം. അപ്പൊ ചിരിയായി. അല്ല അതെന്തേലും ചപ്പാത്തിയുടെ കൊടുത്ത് കഴിക്കും. ഇത് ശരിക്കും പറഞ്ഞ നിങ്ങളുടെ തനതായ ഒരു പേരുണ്ട്. നിങ്ങൾ സ്വന്തം പേര്. ഞങ്ങൾ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടില്ല, പിന്നെ സോയയുടെ സോസ് ആഡ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ടേസ്റ്റ് കൂട്ടാനൊക്കെ ആഡ് ചെയ്യാം. പിന്നെ അരിപ്പൊടി ചേർക്കുന്നവരുണ്ട്, അത് ചേർത്തിട്ടില്ല. അരിപ്പൊടി ചേർത്താൽ നമ്മള് മറ്റേ നാരങ്ങ കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു അര കഷ്ണം നാരങ്ങ കൂടെ പിഴിഞ്ഞിട്ട് അത് ഇട്ടാൽ അറിയില്ല. വീട്ടിൽ ചിലപ്പോ അമ്മ അരിപ്പൊടി ഇട്ടെന്ന് പറഞ്ഞ നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞു വരും. ഓ കറുമറു ഇങ്ങനെ നുറുക്കൊക്കെ തിന്നണ പോലെ കഴിക്കാം. ചൂടുണ്ടെങ്കിൽ കാപ്പിയൊക്കെ കുടിക്കുന്ന നേരത്ത് ഞാൻ കോളിഫ്ലവറിന്റെ പ്രത്യേകത, കോളിഫ്ലവർ വില കുറഞ്ഞ ഒരു സാധനമാണ്. പക്ഷെ ആൾക്കാർക്ക് പൊതുവെ ഇഷ്ടമല്ല. കാരണം അത് ഭയങ്കര വിഷമാണ് ഇതാന്നൊക്കെ പറഞ്ഞിട്ട് കടയിൽ കോളിഫ്ലവറിന്റെ വേറെ കുഴപ്പം തന്നെ സൂക്ഷിച്ചു വെക്കാനും പറ്റൂല. അത് പെട്ടെന്ന് നാശമായി പോകുന്നൊരു സാധനം, വേഗം ഉപയോഗിക്കണം. അപ്പൊ പിന്നെ നമ്മള് ഇതിട്ടൊന്ന് നമ്മള് വൃത്തിക്ക് കഴുകി നല്ല രീതിയിൽ തിളച്ച വെള്ളത്തിലൊക്കെ നല്ല രീതിയിൽ കഴിയുന്നത് തന്നെ സാധനം കുഴപ്പമില്ലല്ലോ. സാധനം ഞാൻ ആലോചിക്കാം. അല്ല അവിടെ നമ്മള് 10 ആ ചെറിയ ഇത്തരമുള്ളൊരു കുഞ്ഞു ബൗളിനകത്ത് കിട്ടിയതിന് എത്ര 50 രൂപ എങ്ങാണ്ടായി. അത്രയും ചെറിയത്. ഈ സാധനം വാങ്ങുന്നതിന് അത്രയും ചെലവില്ല. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ നമ്മൾ ഇഷ്ടമാതിരി ഉണ്ടാക്കിയേക്കാം. അതെ. പിന്നെ കടയിലുള്ളത് അത്ര തിളങ്ങിയ നിറമൊന്നും ആയിരിക്കില്ല. വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം അല്ലേ? ആകെ ഇതിനു വേണ്ടി നമുക്ക് വീട്ടിലുള്ള സോസ് മാത്രം വേണം, ഇല്ലെങ്കിൽ മേടിച്ചാൽ എന്താ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് കേട്ടോ. ഏതറിയോ? പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ടേസ്റ്റ് ഉണ്ടല്ലോ. വരുന്നില്ല കേട്ടോ. മനസ്സിലാവില്ല അതിന്റെ ഒരു. എനിക്ക് കൂടുതൽ ജീരകത്തിന്റെ എനിക്ക് ജീരകത്തിന്റെ കിട്ടുന്നത്. എനിക്ക് അതിന്റെയാണ് കിട്ടുന്നത്. ടേസ്റ്റ് നമ്മള്
ഒരു അരമണിക്കൂർ കൊണ്ട് തട്ടിക്കൂട്ടി എടുത്ത സാധനല്ലേ. അരമണിക്കൂറിൽ കൂടുതലായില്ലേ? കഴുകി വെക്കുന്നത് ഒഴിവാക്കി കഴിഞ്ഞാല് ആ, പരിപാടി എല്ലാം കൂടെ പെട്ടെന്ന് ഓടി പോയി 1 മണിക്കൂർ മൊത്തത്തിൽ ചെലവ് വരും. ഇതിപ്പോ നമ്മള് 2 എടുത്തോണ്ട് ഇപ്പൊ ഒരെണ്ണൊക്കെ എടുത്ത് പെട്ടെന്ന് നമ്മൾ വൈകുന്നേരത്തേക്ക് ഒരു ചായക്ക് കടി പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടായി കിട്ടും. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും കുറെ ബാക്കിയുണ്ട് അല്ലേ? അത് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഉണ്ട് കുറെ ബാക്കി. കുറച്ച് ഓവറാണ്. ഒരെണ്ണം തന്നെ മതി. ഒരു 4 പേരുള്ള ഫാമിലിയിലൊക്കെ ഒരു ഒരെണ്ണം തന്നെ മതി. അപ്പൊ ഞങ്ങൾ 3 കഴിച്ചിട്ടാണ് തീരുന്നില്ല. നമുക്ക് ചോറിന് കഴിക്കാത് ചപ്പാത്തി ചപ്പാത്തിയോടെ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല. ചപ്പാത്തിയുടെ കുറച്ച് ഗ്രേവി ടൈപ്പ് ആണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ സോസ് നമുക്ക് കഴിക്കുന്നതിന് പകരം ഈ സോസുകൾ കുറച്ച് ഇതാക്കിയിട്ട് ചൂടാക്കിയിട്ട് ഇത് അതിനകത്ത് സോസ് കോട്ട് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ചെയ്യല്ലോ. ചില ഗോവ കണ്ടില്ല ഞാൻ. അല്ല നമ്മളങ്ങനെ ചെയ്യാറുണ്ടല്ലോ. ഇത് അങ്ങനത്തെ ചോറിന്റെ കൂടെ കഴിക്കാം. അല്ല ചപ്പാത്തിയിലൂടെ ചോറിനോട് കഴിക്കാൻ പറ്റും. നമ്മള് കറുമുറ പപ്പടത്തിന്റെ പോലൊക്കെ സാധാരണ കഴിക്കുന്നില്ലേ? നമ്മൾ എത്ര തവണ ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. നമ്മളുണ്ടാക്കാൻ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അമ്മ ഇതേപോലെ പെയിന്റാക്കിയിട്ടൊന്നും അല്ല, കടലമാവില് മുക്കിയിട്ട് ചുമ്മാ വെറുതെ മുക്കി പൊരിക്കില്ല. കടലമാവില് ഇതിന് മൊത്തം വേറെ ടേസ്റ്റ്. ആ ഒരു ടേസ്റ്റ് അല്ല, അതിന് വേറെ ടേസ്റ്റ് ആണ്. നിങ്ങൾ സ്വന്തം കണ്ടുപിടിച്ച ടേസ്റ്റാണ്. കൊറേ നോക്കി നമ്മുടെ ഉള്ള സാധനം അവര് പറഞ്ഞ റെസിപ്പി എല്ലാം കൂടി ചെയ്ത് നമ്മള് സ്വന്തമായിട്ട് റെസിപ്പി ഉണ്ടാക്കി. ഇതിനു വേണ്ടി നമ്മൾ കൂടുതൽ മേടിച്ചിട്ട് കുളമായാലോ ഉള്ളത് വെച്ച്. പക്ഷെ അത് നന്നായിട്ട് തോന്നും. അതെ. അമ്മക്ക് ഇത് കഴിച്ചപ്പോ അമ്മക്ക് തോന്നിയത് മെച്ചപ്പെടുത്താൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ അമ്മക്ക്? ഇതിപ്പോ ഇത് ഉണ്ടാക്കുമ്പോ തന്നെ നമ്മൾ അന്ന് ഇത് ഉണ്ടാക്കിയില്ലേ, കഴിച്ചില്ലേ? അഥവാ ഉണ്ടാക്കുമ്പോ അപ്പ കഴിക്കുക അല്ലേ? എന്നാലും കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. അല്ല, ഇതിന്റെ ടേസ്റ്റ് കൂട്ടാൻ അങ്ങനെ എന്തെങ്കിലും അമ്മക്ക് കൂടുതൽ എന്തെങ്കിലും ചേർക്കാൻ അങ്ങനെ എന്തെങ്കിലും അമ്മക്ക് അഭിപ്രായം ഉണ്ടോ? അരിപ്പൊടിയിട്ടൊക്കെ കുറച്ചും കൂടെ ഉണ്ടാവില്ലേ? ഇനി ഉണ്ടാക്കുമ്പോ നമുക്ക് അത് ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ പകുതി കോൺഫ്ലവർ പകുതി അരിപ്പൊടി ഇട്ടിട്ട് ഉപ്പും കറക്റ്റായിരുന്നു. ഉപ്പും കറക്റ്റാ, ഒന്നും കൂടിയില്ല. ആകെ പറ്റിപ്പോയത് ആദ്യം ഇട്ടത് കുറച്ച് ഓവർ ഡീപ് ഫ്രൈ ആയി പോയപ്പോ ചിലത് കുറച്ച് അതിന് ചില കയ്പുണ്ട്, ചിലത് ഞാൻ ആദ്യം ഉണ്ടാക്കിയത്. പിന്നെ അവസാനത്തെ പറഞ്ഞല്ലോ ഇതൊക്കെ ഈ പീസൊക്കെ ഭയങ്കര ഇതുമായിപ്പോയി. അത് ഇത് മാവ് ഇതായി പറഞ്ഞു. ആ രണ്ടാമത് ഉണ്ടാക്കിയത് കൃത്യം ഫ്രൈ ആയതായിരുന്നു. ഇങ്ങനെ നമ്മള് വർത്താനം പറഞ്ഞു. അതെ, അമ്മേനെ ഇഷ്ടപ്പെട്ടു. പക്ഷെ വേറെ ഇത് കൂടി തോന്നുന്നു അമ്മ, ഇതിപ്പം വെളിച്ചെണ്ണയിലാണല്ലോ വറുത്തേ. ഇത് വേറെ ഏതെങ്കിലും എണ്ണയിൽ വറുത്ത് കഴിഞ്ഞ് ഇതിന് വേറെ ടേസ്റ്റ് വരും, രുചി മാറും. സൺഫ്ലവർ ഓയിലൊക്കെ വറുക്കുന്നവരുണ്ടല്ലോ, അപ്പൊ രുചി മാറും അല്ലേ? നമ്മള് സാധാരണ വെളിച്ചെണ്ണയല്ലേ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ഭയങ്കര എണ്ണ കുടിക്കുന്ന ഒരു സാധനമാണ് അല്ലേ? അതെ, കോളിഫ്ലവറിന് വില കുറവാന്ന് വെച്ചാലും ബാക്കി ഇൻഗ്രീഡിയൻസിന് അത്യാവശ്യം വിലയുള്ളതാണ്. എണ്ണയൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാം, ഡീപ് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പം എപ്പോഴും ഉണ്ടാക്കാൻ ആരോഗ്യത്തിന് പ്രശ്നമാണ്, പോക്കറ്റിൽ ഇരിക്കുന്ന പൈസയും അല്ല. എണ്ണ ഇല്ലാതെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ചിലർ. എണ്ണ ഇല്ലാതെ പല അത് എയർ ഫ്രയർ ആണ്. അപ്പൊ ഇലക്ട്രിസിറ്റി ബില്ല് കൂടിയിട്ട് അത് വേണ്ട, സ്വന്തം പാത്രത്തിൽ ഉണ്ടാക്കി പരീക്ഷ നമുക്ക് വരുന്ന സമയത്ത് നോക്കാം, പരീക്ഷ വെക്കാം. ചെറുതായിട്ട് എണ്ണ ഇങ്ങനെ തൂത്തിട്ട് ഇങ്ങനെ മീനൊക്കെ ഉണ്ടാക്കി. എയർ ഫ്രൈ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ആ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇത് വറുത്തെടുക്കാൻ പറ്റും. അല്ല സംഭവം ചിലപ്പോനും തോന്നുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോ അതിന് വേറെ അത് നല്ല രുചി കൂടെ ആയിട്ട് വരിക പറയുമ്പോ അമ്മയുടെ ഒരു സഹായം ഇല്ല ഇതിനകത്ത്. ഉപ്പ് കറക്റ്റായിട്ട് കയ്പുണ്ടാവുന്നൊക്കെയായിരുന്നു. എല്ലാം ഓക്കെയാണ്. അതെ, ആകെ ഒരു തോന്നിയത് കുറച്ചും കൂടെ നേരത്തെ ചൂടോടെ ഞാൻ എന്താ നിങ്ങള് പറയുന്നതും ചെയ്തതൊക്കെ നോക്കി നിൽക്കുക. ഇടയ്ക്ക് അങ്ങനെ വേണല്ലോ. നമ്മളിത്തരം നമ്മൾ തന്നെ നോക്കി നമ്മളുണ്ടാക്കി ആദ്യമായിട്ട് ഉണ്ടാക്കിയ സാധനം ഇതാക്കുകയും ചെയ്തു, സക്സസ്ഫുൾ ആവുകയും ചെയ്തു. അതെ, ഇത് നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് കോളിഫ്ലവറിലല്ലേ? അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അല്ല, അമ്മയുടെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമുക്കൊരു ഐഡിയ ആയല്ലോ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതില് മുട്ട ഇടുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ചിലവരിങ്ങനെ അത് ഇത് വറുത്തതിൽ മുട്ട കലക്കി ഗുണമുണ്ടാവോ, മെച്ചമുണ്ടാവോ? എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കുമ്പോ മുട്ടയുടെ ആ ചിലപ്പോ അച്ചപ്പം കൊള്ളപ്പത്തിനൊക്കെ ഇടുന്നല്ലേ, മുട്ടയൊക്കെ ഇടുന്നല്ലേ. ചെയ്തു നോക്കാം. പക്ഷേ വലിയ വ്യത്യാസം സാധ്യതയൊന്നുമില്ല അല്ലെ? ഒരു മൊരിമരിപ്പ് ഉണ്ടാവുമായിരിക്കും, അത്രേ ഉള്ളൂ.
ഇത് കറക്റ്റാ. മറ്റേ ഈ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ട മുക്കിയിട്ട് മറ്റേ എന്താ ഈ ബ്രെഡിന്റെ ഇതാക്കിയിട്ടില്ല ചെയ്യുന്നത്. എന്തായാലും സംഭവം ഒരു അടിപൊളി പരിപാടിയായിരുന്നു. വിചാരിച്ചേക്കാട്ടിലും നല്ലൊരു ഇതായിട്ട് കഴിക്കുന്നതിനേക്കാളും രസം എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരു പ്രോസസ്സും നമ്മുടെ സംശയങ്ങൾ അതൊക്കെയാണ് എത്തല്ലോ. ചില സാധനങ്ങളൊക്കെ ഏതാണ് മണത്ത് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അമ്മമാരെ സമ്മതിക്കണല്ലേ ഏതെല്ലാം തരത്തിലുള്ള ഫുഡുകൾ ഉണ്ടാക്കി എത്ര കാലം കൊണ്ടാണ്. അല്ല അന്നേരം വിചാരിക്കുന്നുണ്ടോ എനിക്ക് ഏറ്റവും ചിരി എന്താ പറയാ അല്ല അമ്മേ, അത് സത്യം അമ്മയുടെ എക്സ്പീരിയൻസ്. അമ്മക്ക് എത്ര കൊല്ലം കൊണ്ടാണ് പഠിച്ചിരുന്നേ? അതല്ല ഏതെല്ലാം വെറൈറ്റി ഫുഡുകൾ നമുക്ക് ഉണ്ടാക്കി തരുന്നത്. നിങ്ങൾക്ക് തഴക്കം വന്നു. എനിക്ക് ഏറ്റവും ചിരി എന്താ അറിയാം, വിചാരിച്ചു മറ്റേ ജീരകം തപ്പി പോയതാണ്. മനസ്സിലാവുന്നില്ല ജീരകത്തിന്റെ മണം ഏതാണ്, ഏതാ പെരുംജീരകം ഏതാ ചെറിയ മനസ്സിലാവുന്നില്ല. നമ്മളൊക്കെ അടുക്കള കയറി മിക്കവാറും അതിന് ഈ സാധനങ്ങൾക്ക് എല്ലാം പേരെഴുതി വെക്കണം. പെരുംജീരകം ഏതാന്ന് അറിയാത്ത സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഹോട്ടലിൽ കിട്ടുന്ന ജീരകം അല്ലെങ്കിൽ ജീരകം അതാണ് പെരുംജീരകം. അതാണ് അതല്ലേ പെരുംജീരകത്തിലല്ല ജീരകം ഉണ്ടായി, ചെറിയ ജീരകം കൊണ്ടുണ്ടാക്കുന്നത്. പക്ഷെ അതിന് വേണ്ടി ഒരേ ഫ്ലേവർ ആയിരുന്നല്ലോ. അന്നാ പോട്ടെ, ഹോട്ടലിൽ കിട്ടുന്നതാണല്ലോ. അന്നാ ഹോട്ടലിൽ കിട്ടും, നമ്മളെല്ലാം കഴിച്ചിട്ടൊക്കെ അതാണ് കിട്ടുന്നത്. അതാണ് പെരുംജീരകം. അപ്പൊ ഇനി എന്താണ് വെച്ചത് ഇതേപോലെ നമ്മൾ അടുത്തത് ശ്രമിക്കാൻ പോകുന്നത്? ഇനി എന്തായാലും നമ്മൾ ശ്രമിക്കുക. ഇതൊക്കെയാണ് രസം. വെറൈറ്റി ഫുഡ് ഉണ്ടാക്കിയിട്ട് തരിക. അതായത് ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തെളിവ് വീട്ടിലുള്ള സാധനങ്ങൾ നമുക്ക് ഒന്ന് ആലോചിച്ച് ഒന്ന് യൂട്യൂബ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പല വ്യത്യസ്ത വീഡിയോ ഉണ്ട്. നല്ല സിമ്പിൾ ആയിട്ട് നല്ല കുറെ അടിപൊളി വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. യൂട്യൂബ് ഉള്ളതുകൊണ്ട് ആർക്കും ഒരു പ്രയാസമില്ല. നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് വേസ്റ്റ് ആയില്ല, അത് നന്നായിട്ട് വന്നു. സാധനം നാശായില്ല, നല്ല രുചിയായിട്ട് സാധനം കിട്ടുകയും ചെയ്തു. 4 പേർക്കൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്റെ അഭിപ്രായം ഒരു അത്യാവശ്യം ഒരു കോളിഫ്ലവർ വലിയ കോളിഫ്ലവർ വേണ്ട, ചെറിയൊരു കോളിഫ്ലവർ അടുത്ത തവണ നിങ്ങൾ ഒരു കാര്യം ചെയ്യോ, കടയിൽ നിന്ന് വാങ്ങാതെ നിങ്ങൾ സ്വന്തം കൃഷി ചെയ്തിട്ട് ഒരു കോളിഫ്ലവർ വാങ്ങിയിട്ട് ഉണ്ടാക്കി കാലം കുറെ കോളിഫ്ലവർ ഉണ്ടായി വന്നല്ലേ. നമ്മുടെ ഇവിടെ ആണെങ്കിൽ അതിനകത്ത് എന്തൊക്കെയോ രോഗങ്ങൾ വന്നിട്ട് അതെ നമുക്ക് എത്ര കോളിഫ്ലവർ നമ്മൾ അച്ചാറിന് ഇതാക്കിയിട്ട്. അമ്മ എന്താണെന്ന് അറിയാം, അമ്മ കോളിഫ്ലവർ ഉണ്ടാക്കുക, ഞങ്ങളുണ്ട് അതുകൊണ്ട് സാധനം ഉണ്ടാക്കുക. ഞാൻ റിട്ടയർഡ് ആട്ടെ, എന്തായാലും അടുത്ത കൊല്ലം നമുക്ക് കാണാം ജീവിച്ചിരുന്ന അമ്മ. അപ്പോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഇനി ഇതേപോലെ മറ്റൊരു വിഭവമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.